ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇന്നൊരു ട്രേഡ് നോക്കാം. ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്തിരുന്നില്ല. ഇന്നലെ ട്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് വെച്ചാണ് ഇതാണ് ഈ കാണുന്നത്. ഇവിടെ എന്താണ്, ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചാനലും ഫോം ആവണ്ടായി. അപ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് ബ്രേക്ക് ആയേക്കണം ഏകദേശം. കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വെച്ച് പയ്യെ ബ്രേക്കായി, ഇവിടെ വെച്ച് ബ്രേക്ക് ആയ ചാനൽ പിന്നെ തിരിച്ച് പയ്യെ കയറി അവിടെ പിന്നെ മൊത്തത്തിൽ അവിടെ തന്നെ എത്തി തിരിച്ച് അവിടെ നിന്ന് ഫോളോ കിട്ടിയിരിക്കണം. പക്ഷെ ഇവിടെ നിന്ന് എന്റെ കണ്ടീഷനിൽ ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ട്രേഡ് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒന്നൊരു മാർക്കറ്റ് ഈ ഒരു പൊസിഷൻ, ഈ ഒരു ബ്ലൂ ഏരിയയിലെ ബ്ലൂ ഏരിയയിലൂടെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ഓറഞ്ച് ലൈൻ വെച്ചിട്ടുണ്ടേ, യെസ്, ഇവിടെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു പുട്ട് ഓപ്ഷൻ, പുട്ടിന്റെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഇന്റർമണി തന്നെ ആയിരിക്കും ട്രൈ ചെയ്യണത്. ഇത് വെക്കാം. നമുക്കൊരു ടാർഗറ്റ് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ വെക്കാം. ഈ ഒരു ക്ലോസിംഗ് ഏരിയ, ഈ ഒരു ക്ലോസിംഗ് ഏരിയ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് പ്ലാൻ നമ്പർ 1. പിന്നെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആയില്ല, ഏകദേശം നമുക്ക് ഈ ഒരു ക്യാൻഡില് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ, യെസ്, ഈ ഒരു ലെവലിലേക്കാണ് പോകുന്നത് വെച്ചോ. ഇത് മാറ്റാം. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ഇവിടെ ഓപ്പൺ ആയി, ഇവിടേക്ക് ചെന്നു. ഇവിടെ നിന്ന് റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേ ട്രേഡ് ചെയ്യുന്ന പുട്ട് ഓപ്ഷൻ തന്നെ എടുക്കാം. ഇത് എന്റെ വ്യൂവിൽ ഇപ്പോഴും പുട്ട് മാത്രമാണ് ഉള്ളത്. ഇനി നാളെ എന്താണോ, ഇന്ന് എന്താണോ മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത് അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഒരു കോൾ ഓപ്ഷൻ ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ, ഒരു ലോങ് നോക്കണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് തന്നെ പോകണം. ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ഒരു ഏരിയയില്ലേ, ഈ ഹൈയുടെ മുകളിലേക്ക് കയറിയ മാത്രമാണ് ഞാനൊരു കോൾ ഓപ്ഷൻ പ്രിഫർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യാന്നുള്ള പരിപാടി. അപ്പൊ നിങ്ങളെല്ലാവരും നോക്കേണ്ട കാര്യം, നിങ്ങൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ ഇതനുസരിച്ച് ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അനലൈസ് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊരു ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ ഈ വൺ ഏരിയ ഒരു ടാർഗറ്റ്. ഇതിലും ഈ രണ്ട് ടാർഗറ്റ്സ് ആണ് എനിക്ക് ഇവിടെ നോക്കിയിട്ട് കാണാനുള്ളൂ. ഈ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞ ഈ ബ്ലൂ ഏരിയയിലെ ഇവിടെ ഞാൻ ഇത് ഫുൾ ഈ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഞാൻ ഫുൾ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാം. ഇവിടെ വരുമ്പോൾ മാർക്കറ്റിന്റെ ഒരു 70 അല്ലെങ്കിൽ 50% ആയിരിക്കും എക്സിറ്റ് ചെയ്യാം. ഇവിടെ വരുമ്പോൾ 100% എക്സിറ്റ് ചെയ്യും. അത് ഇവിടുന്ന് റിവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ, റിവേഴ്സ് കിട്ടിയ ഫോം ചെയ്യുന്ന ക്യാൻഡിൽ അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. ഫോമായി ഇവിടെ തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഒരു കോൾ ഓപ്ഷൻ നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഇപ്പൊ എന്റെ മുമ്പിലുള്ള ഒരു പ്ലാൻ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ഇവിടെ ഫോം ആവുന്ന ക്യാൻഡിൽ അനുസരിച്ചിരിക്കും. ഇവിടെ ഫോം ആവുന്ന ക്യാൻഡിൽ എങ്ങനത്തെ ക്യാൻഡിൽസ് ആണോ, അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ഡിസിഷൻസ് വരിക. പിന്നെ അതല്ല, ഇനി ഈ ഒരു ഏരിയ ഇത് ഈ ഫോള് കണ്ടിന്യൂ ചെയ്യണം. ഈ ഫോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു, പിന്നെ എങ്കിൽ ഞാൻ ഈ രണ്ട് ലൈൻസ് ഇല്ലേ, മനസ്സിലല്ലേ, എന്നുവെച്ചാൽ ഈ ഏരിയ, ഈ രണ്ട് ലൈൻസ്, ഈ ലൈൻ, ഈ ലൈൻ, ഇതിന്റെ താഴെ ഇപ്പൊ ഈ വെച്ചിരിക്കുന്ന ഈ ഓറഞ്ച് ലൈനിന്റെ താഴേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രമേ അടുത്തൊരു ട്രേഡ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. നമുക്ക് ഒബ്സർവ് ചെയ്തിരിക്കാന്ന് മാത്രമുള്ളൂ. അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ഇന്ന് ട്രേഡിംഗ് പ്ലാൻ. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് നോക്കുന്നത്. ഞാൻ നിഫ്റ്റിയില് ഒരു ഇതുണ്ട്, പക്ഷെ എനിക്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, വേണ്ട. നമുക്ക് ബാങ്ക് നിഫ്റ്റി മാത്രം നോക്കാം. നമുക്ക് ന്യൂ ഇയർ ആയിട്ടൊരു പുതിയ ഇന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംഭവം ഒരു സക്സസ്ഫുൾ ട്രേഡ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചെറിയ നല്ല ട്രേഡുകളോ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം എൻട്രി എടുക്കുള്ളൂ. അല്ലാണ്ട് ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാത്രം എടുക്കുള്ളൂ. അത് മിക്കവാറും ഇപ്പൊ ഈ വർഷം ട്രേഡില്ലേ, ഈ ലൈൻ, ഈ ഓറഞ്ച് ലൈൻ, ഈ ഓറഞ്ച് ലൈനിൽ ഇവിടെ നിന്നായിരിക്കും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക.
അത് മാത്രമായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് പോലും തിരിഞ്ഞാൽ പോലും ഞാൻ ചിലപ്പോൾ ഞാൻ ട്രേഡ് എടുക്കില്ല. ഇതാണ് എന്റെ മെയിൻ ഏരിയ. ഇവിടെ നിന്ന് തിരിഞ്ഞാൽ മാത്രം ഞാൻ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതാണ് ഇന്നത്തെ എന്റെ പ്ലാൻ, മെയിൻ പ്ലാൻ. അപ്പൊ നമുക്കിന്ന് പ്രോഫിറ്റ് തന്നെ ഇറങ്ങാം. എല്ലാവരും ഒരു പ്രോഫിറ്റ് മൈൻഡ് സെറ്റോട് ഇരിക്കും. അപ്പൊ ഏകദേശം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ലല്ലോ. ഓക്കെ, സ്റ്റോക്സ് എല്ലാം കഴിഞ്ഞ ദിവസം നല്ല ബുള്ളിഷ് ആയിരുന്നു, കണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ വീക്കിലൊട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. എന്തോ 1 ഡേ മാത്രം എന്തോ ട്രേഡ് ചെയ്തുള്ളൂ. ഓക്കെ, കാണാം.